ആകാശം മേലോട്ടാ ഭീഷ്മാചാര്യ, കടത്തനാടൻ അമ്പാടി, പുതിയ കരുക്കൾ, ലാൽ അമേരിക്കയിൽ എന്നീ ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥയും രചിച്ചു. 2001 സൂത്രധാരനിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡും അദ്ദേഹം നേടി. CI മഹാദേവൻ 5 3 ഇഞ്ച് എന്ന സിനിമയിൽ ഹനീഫ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചും ശ്രദ്ധേയമായി. കോമഡി റോളിലും ഭാവാഭിനയത്തിലും ഹനീഫ ഒരുപോലെ മികവ് പുലർത്തി. ഇനി എപ്പോഴാണാവോ കച്ചവടം ആവുക? എപ്പോഴെന്ന് ചോദിച്ചാലും കച്ചവടം ആയില്ല. ഒരു ദിവസം എനിക്ക് ദേഷ്യം കയറാണ്ടല്ലോ, ഇതൊക്കെ വലിച്ചു വലിച്ച് താഴ്ത്താൻ മേലിട്ട് ചവിട്ടും. അവൻ തരും. 3 പതിറ്റാണ്ടായി അഭിനയത്തിലുപരി സിനിമയിൽ ഏതാണ്ട് എല്ലാ മേഖലയിലും കയ്യൊപ്പിട്ട കലാകാരനെയാണ് ഹനീഫയുടെ നഷ്ടത്തിലൂടെ മലയാള സിനിമയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. കൾച്ചറൽ ഡെസ്ക്. കൊച്ചിൻ ഹനീഫയെ അനുസ്മരിക്കാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശ്രീമതി ഭാഗ്യലക്ഷ്മി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ദുഃഖത്തിന്റെ നിമിഷങ്ങളാണെങ്കിലും ചോദിക്കുകയാണ്, എങ്ങനെ ഓർക്കുന്നു കൊച്ചിൻ ഹനീഫ എന്ന പ്രതിഭയെ? അദ്ദേഹത്തെ കുറിച്ച് ഓർക്കാൻ എപ്പോഴും നല്ലത് മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. എനിക്ക് മാത്രമല്ല, മലയാള സിനിമയ്ക്ക് തന്നെ നല്ലത് മാത്രമേ ഓർക്കാനുള്ളൂ. കാരണം അത്രമാത്രം നല്ലൊരു മനുഷ്യനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നല്ല നടൻ എന്നതിനേക്കാൾ ഉപരി നല്ലൊരു മനുഷ്യനായിരുന്നു. യാതൊരു ചീത്ത സ്വഭാവങ്ങളും ഇല്ലാത്ത, എല്ലാവർക്കും വളരെ പ്രിയങ്കരനായ ഒരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തെ മദ്രാസിൽ എന്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് നല്ല പരിചയവും വളരെ അടുത്ത സുഹൃത്തുമായിരുന്നു. വില്ലനായിട്ട് അഭിനയിച്ചതിന് ശേഷം കൊമേഡി